ഞാൻ കണ്ടിട്ടില്ല. അർജുനായങ്കിക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ നടപടി അവരെടുത്തോട്ടെ. എന്നാലിപ്പോ ഞാനെന്ത് പറയാനാണ്? അർജുനായങ്കിനെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അയാൾക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ നടപടി എടുത്തോട്ടെ. അതിന് യാതൊരു തടസ്സവും ഞങ്ങൾക്കില്ല. ഞാൻ കണ്ടിട്ടില്ല. ആയങ്കിക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ എടുത്തോട്ടെ. അതിന് പാർട്ടി എന്ത് വേണം? സത്യമാണ്. എത്ര സ്വർണം കായ്ക്കുന്ന മരമായാലും പുറത്തോട്ടാണ് ചായുന്നതെങ്കിൽ അത് വെട്ടി മാറ്റണം. അതേ കാര്യം തന്നെയാണ് ആയങ്കിയുടെ കാര്യത്തിലും അർജുൻ ആയങ്കിയുടെ കാര്യത്തിലും പാർട്ടിയുടെ നിലപാട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്തയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു പേരായിരുന്നു CPMന്റെ സൈബർ പോരാളി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പേര്, അർജുൻ ആയങ്കി. അർജുൻ ആയങ്കി എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലേനെ ഓൺലൈനായിട്ടൊരു വെല്ലുവിളി രൂപത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇനി എന്താ വരുന്നതെന്ന് നോക്കൂ എന്നൊക്കെയാണ് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും പ്രതിചേർക്കപ്പെട്ട് ജയിലടയ്ക്കപ്പെട്ട കേസിനെ കുറിച്ച് പുനരന്വേഷണത്തിന് ഉത്തരവിടാൻ ശേഷം ഞാൻ നിരപരാധിയാണെങ്കിൽ കള്ളക്കേസെടുത്ത് അധികാര ദുർവിനിയോഗം ചെയ്ത CI പ്രശാന്തിനെതിരെ നടപടിയെടുക്കാൻ ഞാൻ രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിക്കുന്നു. എങ്കിൽ ഞാൻ താങ്കളെ വന്ന് നേരിട്ട് പൊന്നാട അണിയിപ്പിക്കും, ഒരു ഉമ്മ തരും. അല്ലാണ്ട് വിരട്ടരുത്. വളർന്ന പാർട്ടി വേറെയാണ്. ഇതാണ് അർജുൻ ആയങ്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ഒരു പോസ്റ്റിന്റെ പേരിലാണ് അർജുൻ ആയങ്കിനെ ഇപ്പോൾ സെർച്ച് ചെയ്യാൻ പോലീസ് ഇറങ്ങിയതും പിന്നെ അറസ്റ്റിലായതും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അർജുൻ ആയങ്കി ഫ്രണ്ട്സും ചേർന്ന് കോതമംഗലത്ത് ഒരു വിവാഹ പാർട്ടിയിൽ പങ്കെടുക്കുകയും ആ ഒരു പാർട്ടിയിൽ അവർ റിസോർട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ആ ഒരു റിസോർട്ടിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ അവർ പോസ്റ്റ് ചെയ്തു, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ഈ ഒരു പോസ്റ്റിനെ തുടർന്ന് അത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാവുകയും പോലീസ് വന്ന് അർജുൻ ആയങ്കിനെയും ഫ്രണ്ട്സിനെയും അറസ്റ്റ് ചെയ്യുകയും 21 ദിവസത്തേക്ക് റിമാൻഡിൽ വിടുകയും ചെയ്തു. ഈ ഒരു അറസ്റ്റ് ഒരു കാര്യമില്ലാതെയാണ്, അത് തനിക്കെതിരെ ടാർഗറ്റഡ് ആയുള്ള ഒരു അറസ്റ്റാണെന്നാണ് അർജുൻ ആയങ്കി പറയുന്നത്. ഈ ഒരു അറസ്റ്റ് തന്നെ ടാർഗറ്റ് ചെയ്താണെന്നുള്ളതും താൻ നിരപരാധിയാണെന്നും കൂടെ വന്നവർക്കും തനിക്കും ഈ ഒരു അറസ്റ്റിലോ പോലീസ് ആരോപിച്ച കാര്യങ്ങളോ ഒരു പങ്കുമില്ലെന്ന് പറഞ്ഞിട്ട് അർജുൻ ആയങ്കി നിരവധി പോസ്റ്റുകൾ ഇട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ ആ അറസ്റ്റ് ചെയ്ത പോലീസ് ഓഫീസറെ പലതവണയായിട്ട് വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അർജുൻ ആയങ്കിനെ ആദ്യമായിട്ടൊന്നുമല്ല പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് രാമനാട്ടുകരയിൽ സ്വർണം കടത്തിയ കേസിൽ സ്വർണം കടത്തിയവരെ ചേസ് ചെയ്ത് പിടിക്കാൻ നോക്കി അവരിൽ നിന്ന് സ്വർണം തട്ടാൻ ശ്രമിച്ച ഒരു കേസിൽ 5 പേര് മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചേസിലിടയിൽ ആ ഒരു കേസിൽ അർജുൻ ആയങ്കി പ്രധാന പ്രതിയായിരുന്നു. അതിനെ തുടർന്നും ജയിലിലായിരുന്നു. അർജുൻ ആയങ്കി ബേസിക്കലി ഒരു സൈബർ പോരാളിയാണെന്ന് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വീരപരിവേഷമാണ്. അന്ന് തന്നെ പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, CPM എന്നുള്ള പാർട്ടി പറഞ്ഞിരുന്നു അർജുൻ ആയങ്കി പാർട്ടിക്കാരനല്ല, പാർട്ടിക്കെതിരെ ബന്ധമില്ല. അർജുൻ ആയങ്കി പാർട്ടിക്കാരനല്ല, ഇയാൾക്ക് പാർട്ടിയായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയുമ്പോഴും ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ 90% പാർട്ടിനെ ബൂസ്റ്റ് ചെയ്തതും പാർട്ടിനെ ന്യായീകരിച്ചതും പാർട്ടിക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നതുമായ പോസ്റ്റുകളാണ് പലതും. പിണറായി സഖാവ് മാത്രമല്ല, MV ഗോവിന്ദൻ സഖാവും പിന്നെ കണ്ണൂരിലെ 3 ജയരാജന്മാരിലെ P ജയരാജൻ ഒഴികെ ബാക്കി 2 ജയരാജൻ, MV ജയരാജനും EP ജയരാജൻ, ഇവരൊക്കെ അർജുൻ ആയങ്കിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് MV ഗോവിന്ദൻ സഖാവിന്റെ പ്രതികരണം ആദ്യം ഒന്ന് കണ്ടുവെക്കാം. പിണറായി ചോദിച്ച പോലെ ഞങ്ങൾക്കത് സ്വന്തം ഈ ആയങ്കിയായിട്ട് അത് നേടാൻ പറ്റുന്ന ഭരണകൂട സംവിധാനം ഇല്ലെങ്കിൽ പിന്നെ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. CPMുമായിട്ട് ആയങ്കിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇപ്പോൾ ഇല്ലാന്ന് ഇപ്പം പറഞ്ഞതല്ല, മുമ്പേ പറഞ്ഞാണ്. ഇപ്പം പറഞ്ഞതല്ല, മുമ്പേ തന്നെ പറഞ്ഞു. അത് അങ്ങനെയാണോ? ഭയങ്കര ആക്ഷേപമായിരിക്കും അത്. ശരി, മതിയേക്കാം. വലിയ ആവശ്യമില്ല. നമ്മൾ അവസാനിക്കും. കാമ്പില്ലാത്ത കാര്യം പറഞ്ഞിട്ട് നമ്മൾ വളരെ സീരിയസ് ആയ ഒരു പ്രശ്നത്തിൻ്റെ ഒന്നും പിരിയണ്ട. അതുകൊണ്ട് അത് പറയാതെ. അത് സീരിയസ് ഒന്നുമല്ല, ഇതൊരു സീരിയസും ഇല്ല. ഇതൊരു സീരിയസും ഇല്ല. ഇവന്റെ ഈ കാര്യത്തിൽ എന്ത് സീരിയസ് വന്നിരിക്കുന്നു? ക്രിമിനലായിട്ട് നടക്കുന്ന ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചാര പ്രവർത്തനത്തിൽ ഞങ്ങൾ ഇതിന് പറയണം. CPM ഇല്ല. വെറുതെ ചോദിക്കാനുണ്ടോ? അതെ, ക്രിമിനലായി നടക്കുന്ന ചില ആൾക്കാർ പറയുന്നതിന് പാർട്ടി എല്ലാറ്റിനും എന്തിനു പ്രതികരിക്കണം? സത്യമാണ്. അല്ലാണ്ട് പാർട്ടിക്ക് വേറെന്ത് പറയാനാണ്? പാർട്ടി ഇതിനെല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. അർജുൻ ആയങ്കി ഈ ആഭ്യന്തരമന്ത്രിനെ വെല്ലുവിളിച്ചതിനും ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തതിനും കുറേ ദിവസങ്ങൾ ഒളിവിൽ താമസിച്ചതിനും ഒടുവിൽ അറസ്റ്റിലായതിനും ഇതിനൊക്കെ പാർട്ടി എന്തിനും ഉത്തരവാദിത്തം ഏറ്റെടുക്കണം? പാർട്ടിക്ക് പാർട്ടിയുടേതായ 100 തലവേദനകളുണ്ട്. അതിൻ്റെ ഇടയിൽ അവർ സൈബർ പോരാളികളുടെ ഈ വാക്കുകളിലെയും ഈ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആവശ്യം അവർക്കുണ്ടോ? നമുക്ക് അടുത്തത് MV ജയരാജൻ സഖാവിൻ്റെ പ്രതികരണം നോക്കാം ഈ വിഷയത്തിൽ. പ്രചരണത്തിന്റെ ആവശ്യമില്ല. തൂഫാനെ പോലെ ആയങ്കിയെ
തൂക്കിക്കൊല്ലലല്ല, പിടിക്കണം. അതിന് കരുത്ത് ആഭ്യന്തരമന്ത്രി കാണിക്കണം. പോലീസിനെ ഉപയോഗിച്ച് ആയെങ്കിൽ എവിടെയാണോ അവിടെ പോയി പിടിക്കണം. കൊട്ടേഷൻ സംഘത്തിൻ്റെ ഒരു പിന്തുണയും CPM-നോ ഇടതുപക്ഷത്തിനോ സോഷ്യൽ മീഡിയയിലുള്ള ആശയപ്രചരണത്തിൻ്റെ ആവശ്യമില്ല. കൊട്ടേഷൻ സംഘത്തിന്റെ ഒരു സഹായവും CPM-നോ പാർട്ടി പ്രവർത്തനത്തിനോ ആവശ്യമില്ല. 51 വെട്ടൊക്കെ നാട്ടുകാർ മറന്നു എന്നാണ് സഖാവ് കരുതിയിരിക്കുന്നത്. അതൊന്നും കൊട്ടേഷൻ സംഘത്തിന്റെ സഹായത്തോടെ അല്ല. കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് പാർട്ടി ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ഇല്ല എന്നുള്ളത് എന്തായാലും നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയ മരണങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. എന്തായാലും ഇങ്ങനെ തന്നെ ഗതികളെല്ലാം മുന്നോട്ട് പോകട്ടെ. നമുക്ക് അടുത്തത് നമ്മുടെ EP ജയരാജൻ സഖാവിൻ്റെ പ്രതികരണം കൂടി കണ്ടുവെക്കാം. അവർ പാർട്ടിയെല്ലാം ഈ ക്രിമിനലുകളെ എല്ലാം അറസ്റ്റ് ചെയ്ത് പൂട്ടത്തിനൊക്കെ പൂട്ടട്ടെ. എപ്പോൾ പറയാം? അർജുൻ എന്താ അവൻ്റെ പേര്? ആയങ്കി. അവരാണോ പാർട്ടി? അവനാണ് പാർട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ പാർട്ടിയല്ല എന്നുള്ള എല്ലാവർക്കും മനസ്സിലാവില്ലേ? അവന് വേണ്ടി ചെയ്യുന്ന കാര്യമാണെന്ന് അറിയില്ലേ? സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ അതൊരു പ്ലാൻ വർക്കുണ്ട് അതിൻ്റെ പിന്നിൽ. ലൈക്ക് ചെയ്യുക, അതിന് പബ്ലിസിറ്റി കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് കൊടുക്കുക, ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അർജുനായെങ്കിൽ പാർട്ടിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കാം, പാർട്ടിക്ക് വേണ്ടി ജാഥയിൽ പങ്കെടുത്തിരിക്കാം. പക്ഷേ അർജുനായെങ്കിൽ അല്ല പാർട്ടി. അർജുനായെങ്കിക്കോ ആ പാർട്ടിക്ക് അർജുനായെങ്കിയുമായോ യാതൊരു ബന്ധവുമില്ല. അതാണ് ഈ നേതാക്കളുടെ എല്ലാം വാക്കുകളുടെ കൺക്ലൂഷൻ. ഇനി ഒരു കോമഡി പീസ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ പോയത്. പാർട്ടിക്കാരൊക്കെ പ്രതികരിക്കുന്ന പോട്ടെ എന്ന് വെക്കാം. കാരണം പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന, പാർട്ടിയുടെ പേര് ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, അങ്ങനെ ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ പാർട്ടി എന്തായാലും തള്ളി പറയുള്ളൂ. പക്ഷേ CPM-കാരനല്ലാത്ത, അർജുനായെങ്കിൽ അറസ്റ്റ് ചെയ്ത പോലീസുകാരല്ലാത്ത, നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കില്ലാത്ത ഒരു സന്തോഷമുണ്ട് വേറൊരാൾക്ക്. അർജുനായെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. ആരാണെന്നല്ലേ? നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ. അർജുനായെങ്കിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കുറേ മാസ് BGM ഒക്കെ കയറിയിട്ട് 2-3 പോസ്റ്റുകൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയുടെ പവറാണ് ഈ അർജുനായെങ്കിനെ പിടിച്ചത്, അല്ലാന്നുണ്ടെങ്കിൽ അർജുനായെങ്കിനെ പിടിക്കാൻ ഡിലേ ആണ്. അല്ല, ഈ അർജുനായെങ്കിനെ പോലീസ് പൊക്കിയതൊക്കെ ഓക്കെ, പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് പൊക്കിയത് എന്തിനാണ്? അതും കുറേ നാൾ ഒളിവിലൊക്കെ പോയിട്ടില്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെ പൊക്കിയിട്ടുണ്ടായിരുന്നത്? അതെന്ത് കേസായിരുന്നു? ഇതേപോലെ കൊട്ടേഷൻ പരിപാടി വല്ലതും ആയിരുന്നോ? എൻ്റെ ഓർമ്മയിൽ എന്തോ ഒരു പെണ്ണ് കേസായിരുന്നു എന്നാണ്. എന്താ രാഹുലിന് തൊലിക്കട്ടി, അപാരം തന്നെ തൊലിക്കട്ടി.